ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഇത് നമ്മുടെ സഹോദരനോട് ചെയ്ത് ദ്രോഹമാകുന്നു, അവൻ്റെ രക്തം നമ്മോട് ചോദിക്കുന്നു. വേദപുസ്തകം പറയുന്നു, പുറപ്പാട് പുസ്തകം 20-5 വാക്യം വായിക്കുമ്പോൾ കാണാം, നമ്മുടെ ജീവിതത്തിൽ വരും തിരിച്ചടികൾ നമ്മുടെ തെറ്റുകൊണ്ട് മാത്രമല്ല, നമ്മുടെ പൂർവികന്മാരുടെ തെറ്റുകൊണ്ടും വന്നു ചേരുമെന്ന് വായിക്കാം. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. നോക്കൂ, എല്ലാ തിന്മയ്ക്കും തിരിച്ചടി വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ തന്നെ തിരിച്ചടികൾ നേരിടാം. ഈ ലോകത്തിൽ വെച്ച് തന്നെ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം, നമുക്ക് അനേകം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഓരോ പ്രശ്നത്തിൻ്റെ പിന്നിൽ ചില തിരിച്ചടികൾ നമുക്ക് കാണാം. നാം ചെയ്ത ദ്രോഹപ്രവൃത്തികൾ കാണാം, നാം ചെയ്ത ചില ദുഷ്ടപ്രവൃത്തികൾ കാണാം, നാം ചെയ്ത ചില നിഷ്ഠൂര കൃത്യങ്ങൾ കാണാം. ഒന്നും ദൈവം കാണാതിരിക്കുന്നില്ല, എല്ലാം ദൈവം തൂക്കി നോക്കുന്നു. ദൈവം മനുഷ്യനെ തൂക്കി നോക്കുകയാണ്. ഇന്ന് ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം വാക്യം വായിക്കാം. വെളിപ്പാട് 2:23, സങ്കീർത്തനം 7:9 വ്യക്തമായിട്ട് വേദപുസ്തകം പറയുകയാണ്. വെളിപ്പാട് 2:23, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്നവൻ, എല്ലാം നോക്കുന്നവനാണ് ദൈവം. ദൈവം എല്ലാം കാണുന്നവനാണ്, ദൈവം എല്ലാം നോക്കുന്നവനാണ്. ഈ ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. സങ്കീർത്തനം 7:9, നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കൂ, ചിന്തിച്ചു നോക്കൂ, എന്തെല്ലാം ക്രൂരകൃത്യങ്ങളാണ് ചെയ്തു പോയത്. ചിലരെ വേദനിപ്പിച്ചിട്ടില്ലേ? ഹൃദയങ്ങളെ വ്രണപ്പെടുത്തിയിട്ടില്ലേ? ചിലരെ ദുഃഖിപ്പിച്ചിട്ടില്ലേ? ചിലരോട് നിങ്ങൾ വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നിട്ടില്ലേ? ചിന്തിച്ചു നോക്കൂ. ചിലർക്ക് ദോഷം വരത്തക്കൊണ്ട് നിങ്ങൾക്ക് സംസാരിച്ചു പോയിട്ടില്ലേ? ചിലർക്ക് അവമാനം വരത്തക്കൊണ്ട് നിങ്ങൾ സംസാരിച്ചു പോയിട്ടില്ലേ? എല്ലാറ്റിനും തിരിച്ചടി വരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിനക്ക് നൈരാശ്യം വന്നു കൂടും. നിൻ്റെ ഹൃദയത്തിന് സ്വസ്ഥത കിട്ടുകയില്ല, സമാധാനം കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഹൃദയങ്ങളെയും ദരിദ്രങ്ങളെയും ശോധന ചെയ്യുന്നു. ഇത് പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ഇത് നമ്മുടെ സഹോദരനോട് ചെയ്ത് ദ്രോഹം. അവൻ്റെ രക്തം നമ്മോട് രക്തം ചോദിക്കുകയാണ്. രക്തം അതിൻ്റെ പ്രതികാരം ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വീണ്ടും വായിക്കാം. പുറപ്പാട് പുസ്തകം 34:7, സംഖ്യാപുസ്തകം 14:17, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ കുറ്റക്കാരനെ വെറുതെ വിടുകയില്ല. മറക്കരുത്, കുറ്റമുള്ളവനെ വെറുതെ വിടുകയില്ല. വീണ്ടും വായിക്കാം. സംഖ്യാപുസ്തകം 14:17, കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കും. ജീവിതത്തെ ശ്രദ്ധിക്കൂ. നമ്മുടെ പൂർവികന്മാർ ചെയ്തു പോയ അനേകം ദോഷങ്ങൾ, ശാപകരമായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിന് ശിക്ഷയും നമ്മുടെ മേൽ വരും. നാം ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ ശിക്ഷയും നമ്മുടെ മേൽ വരും. അത് ഇനി അടുത്ത നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ മക്കളിലേക്ക് അത് പകരുകയും ചെയ്യും. നാം ചെയ്ത തെറ്റുകൾ മക്കളിലേക്ക് പകരും, മക്കളുടെ പകരും. നിസ്സാരമായി കാണരുത്. ദ്രോഹപ്രവൃത്തികൾ ചെയ്യരുത്. ആർക്കും ഉപദ്രവം വരുത്തരുത്, ആർക്കും നഷ്ടം വരുത്തരുത്, ആർക്കും കഷ്ടം വരുത്തരുത്, ആരുടെയും ഹൃദയത്തെ നോവിക്കരുത്, അവരുടെയും ഹൃദയത്തെ നൊമ്പരപ്പെടുത്തരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വായിക്കാം. ആവർത്തനം 5:9, യിരെമ്യാ 32:18, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. പ്രിയപ്പെട്ടവരെ, കാണുന്നില്ലേ, നല്ല ഐശ്വര്യമുള്ള തറവാട്. പക്ഷേ ഒരു തലമുറ കഴിയുമ്പോഴേക്കും തറവാട് മുടിയുന്നു. എന്തു പറ്റി? കാരണം എന്താണ്? നല്ല ഐശ്വര്യമുള്ള തറവാടാണ്, പൂർവികമായ തറവാടാണ്. എല്ലാ സമ്പത്തും ഐശ്വര്യവും കുടുംബമായിരുന്നു. പക്ഷേ എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, ക്ഷയിച്ച് ഓരോ തലമുറ കഴിയുന്തോറും ക്ഷയിച്ചു വരുന്നു. കാരണമുണ്ട്, നമ്മുടെ പാപത്തിൻ്റെ അകൃത്യം നമ്മളെ കണ്ടെത്തുകയാണ്. പാപം നമ്മുടെ പിന്നാലെ വേട്ടയാടുകയാണ്. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ 32:18, പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. സ്നേഹിത, നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ
നിൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും 4 തലമുറ വരെയും ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. കാര്യം ഗൗരവമാണ്, ഓർത്തുകൊള്ളണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഓരോ സംഭവങ്ങൾ വരുമ്പോൾ, ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ, എൻ്റെ കർത്താവേ, ഇതെൻ്റെ പാപത്തിൻ്റെ ഫലമാണോ? എൻ്റെ പൂർവികന്മാരുടെ പാപത്തിൻ്റെ ഫലമാണോ? എൻ്റെ കർത്താവേ, ഇതിന് പരിഹാരമില്ലേ? ചോദിക്കണം, ദൈവത്തിലിരിക്കണം, അനുദപിക്കണം. കർത്താവേ, എനിക്ക് ഈ കഷ്ടം വരാൻ എന്താണ് കാരണം? എനിക്ക് ഈ നഷ്ടം വരാൻ എന്താണ് കാരണം? എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയം ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ സഹോദരിമാരെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? അരുതാത്ത പ്രവർത്തിക്ക് ഞാൻ പോയിട്ടുണ്ടോ? കൊള്ളരുതാത്ത പ്രവർത്തിക്കാൻ ഞാൻ വന്നു പോയിട്ടുണ്ടോ? പാവപ്പെട്ടവനെ അവനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? അഗതിയായവളെ വിധവയെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്? അനാഥനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ കർത്താവെ, ആർക്കെങ്കിലും നഷ്ടം ഞാൻ വരുത്തിയിട്ടുണ്ടോ? ആരുടെയെങ്കിലും ജീവിതത്തിൽ കിട്ടാവുന്ന അനുഗ്രഹങ്ങൾ ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. തിരിഞ്ഞു നോക്കണം, ഓരോന്നോരോന്ന് തിരിഞ്ഞു നോക്കണം. എന്തുകൊണ്ട് എനിക്ക് കഷ്ടതകൾ? ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. എന്തുകൊണ്ട് എനിക്ക് കഷ്ടതകൾ? നാം ചിന്തിക്കണം. എൻ്റെ കഷ്ടതകളുടെ കാരണം എന്താണ്? എൻ്റെ ജീവിതത്തിലെ ഈ ദുരിതങ്ങളുടെ കാര്യം എന്താണ്? നാം ചിന്തിച്ചു വയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പാപത്തിന് തിരിച്ചടിയുണ്ട്. അതാണ് സംഖ്യാപുസ്തകം 32:23 കാണുന്നത്. സംഖ്യ 32:23. എന്നാൽ നിങ്ങളങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. മറക്കരുത്. ഇന്ന് കളിയാണ്. ചിലർ പരിഹസിക്കുന്നു, കളിയാണ്. ദൈവമക്കളെ പരിഹസിക്കുന്നു, കളിയാണ്. കർത്താവിൻ്റെ വേലക്കാരെ പരിഹസിക്കുന്നു, കളിയാണ്. അധ്യാപകരെ പരിഹസിക്കുന്നു, കളിയാണ്. അമ്മയപ്പന്മാരെ അനുസരിക്കാതിരിക്കുന്നു, കളിയാണ്. ആരോടെല്ലാം വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നു, കളിയാണ്. ഒരു പേടിയില്ല. കളി മാറും മക്കളെ, നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ. നിൻ്റെ പാപത്തിൻ്റെ ഫലം നീ അനുഭവിക്കുന്നതാണ് വേദപുസ്തകം പറയുന്നത്. നിൻ്റെ പാപത്തിൻ്റെ ഫലം നീ അനുഭവിക്കും. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ എന്താണെന്ന് അറിയാമോ? ഞാൻ സാധാരണ പറയാനുള്ളൊരു വാക്കാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ, ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. ബി ഷുവർ, തീർച്ചയാക്കിക്കൊള്ളുക, നിശ്ചയമായും യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും. ഇത് സഹോദരനോട് ചെയ്ത് ദ്രോഹമാകുന്നു. ഓ, ദൈവത്തിന് സ്തോത്രം. അവൻ രക്തം നമ്മോട് ചോദിക്കുന്നു. വി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിന്റെ പാവം നിന്നെ കണ്ടെത്തും. ആരെയും വേദനിപ്പിക്കരുത്, ആർക്കും വേദന വരുത്തരുത്, ആരുടെയും ഉള്ളം നോവിക്കരുത്, ഭാര്യയെ വേദനിപ്പിക്കരുത്, ആ സഹസ്ത്രീയെ സംശയിക്കരുത്, അവളെ മർദ്ദിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഭർത്താവിനെ വേദനിപ്പിക്കരുത്, അദ്ദേഹത്തെ നിരാശയിലേക്ക് തള്ളിവിടരുത്, അദ്ദേഹത്തിനെതിരായി എന്തെങ്കിലും സംസാരിക്കുകയോ തരം താഴ്ത്തി പറയുകയോ ചെയ്തു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അധ്യാപകരെ പരിഹസിക്കരുത്. ദൈവത്തിന് സ്തോത്രം. എല്ലാം തിരിച്ചടി വരുന്ന കാര്യങ്ങളാണ്, എല്ലാം അപകടകരമായ കാര്യങ്ങളാണ്. സൂക്ഷിച്ചു കൊള്ളണം. മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചു കൊള്ളണം, മാതാപിതാക്കന്മാരെ ആദരിച്ചു കൊള്ളണം, മാതാപിതാക്കളെ സ്നേഹിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. അവരെ പൂർണ്ണമായി അനുസരിച്ചു കൊള്ളണം. കാരണം എന്താണ്? വേദപുസ്തകം പറയുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം എടുക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 17 വാക്യം. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. 30 വാക്യം. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർമ്മലരായി തോന്നുന്നവരും, അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ ഉണ്ട്. പക്ഷേ അശുദ്ധി കഴുകിക്കളയാത്തവരുമായ തലമുറ, അശുദ്ധി ഓർത്ത് അനുഭവിക്കാത്ത തലമുറ. പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന മക്കളുണ്ട്, അപ്പനെ ചീത്ത പറയുന്ന മക്കളുണ്ട്, അപ്പനെ പുച്ഛിക്കുന്ന മക്കളുണ്ട്, അപ്പനോട് സ്നേഹമില്ലാന്ന് ചിന്തിക്കുന്ന മക്കളുണ്ട്, അപ്പനെ കരുതുന്നില്ലെന്ന് ചിന്തിക്കുന്ന മക്കളുണ്ട്. മക്കളെ, അതെല്ലാം ദോഷമാണ്. വായിക്കാം, അടുത്ത 17 വാക്യം. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിൽ പരിഹാസം, അമ്മയെ പരിഹസിക്കുന്ന കണ്ണ്, പുച്ഛിക്കുന്ന കണ്ണ്, അപ്പനെ പരിഹസിക്കുന്ന കണ്ണ്, അപ്പനെ സ്നേഹിക്കാത്ത കണ്ണ്. ആ കണ്ണിലാണ് കോപം സ്ഫുരിക്കുന്നത്, കണ്ണിലാണ് നീരസം സ്ഫുരിക്കുന്നത്. ആ കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. ആ വാക്യം വളരെ ഗൗരവമുള്ള വാക്യമാണ്, വളരെ ഗൗരവമേറിയ ആശയം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കണം. നിങ്ങൾ തിരിഞ്ഞു നോക്കണം പ്രിയപ്പെട്ടവരെ. ഇത് അപ്പം എനിക്ക് തന്നത് പോരാ, അപ്പം എന്നെ സ്നേഹിച്ചത് പോരാ, എൻ്റെ അനിയത്തിക്ക് ഇതിനേക്കാൾ കൂടുതൽ കൊടുത്തു, എനിക്ക് അത്രയും തന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. എല്ലാം ദോഷമാണ്. അപ്പനെ നിങ്ങൾ ആ രീതിയിൽ കാണരുത്, അമ്മയെ നിങ്ങൾ സ്നേഹമില്ലെന്ന് കാണരുത്. നിങ്ങൾക്കിപ്പോൾ എല്ലാം ഒരു ഗൗരവമായിട്ട് തോന്നുന്നില്ല. ഓരോന്ന് സംഭവങ്ങൾ കഴിയുമ്പോൾ അറിയാം. ചിലപ്പോൾ ചില വലിയ കെടുതികൾ വരുന്നത് കാണാം, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം വഴിമുട്ടി പോകുന്നത് കാണാം, ചിലപ്പോൾ നിങ്ങൾ അന്താളിച്ച് നിൽക്കുന്നത് കാണാം, ചിലപ്പോൾ പെരിയ കഷ്ടനഷ്ടങ്ങൾ വരുന്നത് കാണാം.
എന്താണ് കാരണം? കണ്ണിൽ കോപം സ്ഫുരിക്കുന്നു, കോപിക്കുന്ന കണ്ണുകൾ. കണ്ണിൽ പരിഹാസം സ്ഫുരിക്കുന്നു, പരിഹാസമുള്ള കണ്ണുകൾ. തോട്ടരത്തേക്കാക്ക കുത്തിപ്പറിക്കുമെന്നാണ് പറഞ്ഞത്. കഴിയും കുഞ്ഞുങ്ങൾ തിന്നുമെന്ന് പറഞ്ഞാൽ പിശാചുക്കളാണ്, ദുരാത്മാക്കൾ. അതാ തോട്ടരത്തെ കാക്ക എന്ന് പറയുന്നതും കഴിയും കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നതും ദുരാത്മാക്കളുടെ പ്രതീകമാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ്റെ രക്തം നമ്മോട് ചോദിക്കുന്നു. കാര്യം ഗൗരവമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവർ പക്ഷേ ഇങ്ങനെ പറയുന്നത് യൗസേപ്പ് കേട്ടു. യൗസേപ്പിന് മനസ്സിലായി. യൗസേപ്പിനെ അറിയാമല്ലോ, ഭാഷ അറിയാമല്ലോ. പക്ഷേ ഭാഷ അറിയാമെന്ന് ഭാവിച്ചില്ല. വലിയ കോട്ടും സൂട്ടും ഒക്കെ ധരിച്ച് പ്രധാനമന്ത്രിയുടെ വേഷവിധാനത്തിൽ നിൽക്കുമ്പോൾ യൗസേപ്പിനെ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ യൗസേപ്പിന് അവരെ മനസ്സിലായി. വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പൊട്ടക്കണ്ടിൽ തള്ളിയിട്ട കൂട്ടരല്ലേ എന്ന് തോന്നി. പക്ഷേ യൗസേപ്പിന് വൈരാഗ്യമില്ല. അതാണ് ഒരു ദൈവപുരുഷൻ്റെ ലക്ഷണം, വൈരാഗ്യമില്ല. എന്ത് പറഞ്ഞാലെന്ത്, എന്ത് കളിയാക്കിയാലെന്ത്, ഒരു പരിഹാസം വേശുന്നില്ല, ഒരു വഴക്കുമില്ല. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം പുച്ഛിച്ചാലെന്ത്, ആരെല്ലാം ആക്ഷേപിച്ചാലെന്ത്, ആരെല്ലാം ശപിച്ചാലെന്ത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു പേടിയുമില്ല. എന്തുകൊണ്ടാണ് പേടിയില്ലാത്തത്? ഹൃദയം നിർമ്മലമാണ്. യൗസേപ്പിന് ആരോടും വൈരാഗ്യമില്ല. യൗസേപ്പ് യേശുക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ് യൗസേപ്പ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ നാം കാണുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ പോലെ നിഷ്കളങ്കതയുള്ള ഒരാളാണ് യൗസേപ്പ്. വേദപുസ്തകത്തിൽ 2 തിളങ്ങുന്ന കഥാപാത്രങ്ങളുണ്ട്. 2 കഥാപാത്രങ്ങൾ. ഒന്ന് യൗസേപ്പ്, മറ്റൊന്ന് ദാനിയേൽ. 2 പേരും വിശുദ്ധരാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു വിശുദ്ധനാകാൻ ആഗ്രഹമുണ്ടോ? ഒരു പൂർണ്ണ എൻ്റെ കർത്താവിന് സ്തോത്രം. ഒരു പൂർണ്ണ വിശുദ്ധനാകാൻ ആഗ്രഹമുണ്ടോ? ഒരു പൂർണ്ണ വിശുദ്ധനായിട്ട് കറ തീർന്നവനായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? മനസ്സിൽ അഗാധത്തിൽ പോലും ഒരു കറയില്ലാതെ, ഒരു പരിഭവമില്ലാതെ, ഒരു നീരസമില്ലാതെ, ആരോടും പ്രയാസമില്ലാതെ സ്നേഹം മാത്രം ഹൃദയത്തിൽ പേരിക്കൊണ്ട് നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വേണമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. ഈ യേശുവിനെ നിങ്ങൾ കൈക്കൊണ്ടാൽ മാത്രം മതി. ഗോകുൽത്തായിലെ കുരിശിൽ 3 ആണികൾ തൂങ്ങിക്കിടക്കുന്ന കർത്താവായ യേശുവിനെ നിങ്ങളുടെ നാഥനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്വഭാവം മാറും, നിങ്ങളുടെ ക്രൂരത മാറും, നിങ്ങളുടെ വൈരാഗ്യം മാറും, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതായ എല്ലാ ക്രൗര്യവും മാറും, എല്ലാ ദുഷ്ടതയും മാറും, എല്ലാ അശുദ്ധിയും മാറും, എല്ലാ അസൂയയും മാറും, എല്ലാം മാറും. ഈ രക്ഷകനായ യേശുവിനെ കാണുക. കരണത്തേക്ക് അടിക്കുമ്പോഴും യേശുവിൻ്റെ പരിഭവമില്ല. മുഖത്ത് നിന്ന് രോമങ്ങൾ വലിച്ചു പിഴുതെടുക്കുമ്പോഴും യേശുവിനെ വൈരാഗ്യമില്ല. മുഖത്തേക്ക് തുപ്പുമ്പോഴും വൈരാഗ്യമില്ല. യേശുവിൻ്റെ ഭാവം കിട്ടുക എന്തൊരു അത്ഭുതമാണത്, എന്തൊരു ഭാഗ്യമാണത്. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയണം, കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ ഭാവം എനിക്ക് തരണമേ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ മനസ്സെനിക്ക് തരണമേ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം എനിക്ക് തരണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എനിക്ക് തരണമേ. യേശു ക്രിസ്തുവിൻ്റെ ക്ഷമാശീലം എനിക്ക് തരണമേ. യേശു ക്രിസ്തുവിൻ്റെ വിനയം എനിക്ക് തരണമേ. യേശു ക്രിസ്തുവിൻ്റെ വിനയം, യേശു ക്രിസ്തുവിൻ്റെ സൗമ്യത എനിക്ക് തരണമേ. താഴ്മ എനിക്ക് തരണമേ. താഴ്മ. വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ ആൻഡ് ചാരിറ്റി ഫോർ ഓൾ. ആരോടും വഴക്കില്ല. എബ്രഹാം ലിങ്കൺ പറഞ്ഞ വാക്കാണത്. എബ്രഹാം ലിങ്കൺ പ്രസിഡൻ്റായി സ്ഥാനമേൽക്കുമ്പോൾ ഗെറ്റിസ്ബർഗിൽ ചെയ്ത ഒരു പ്രസംഗം, അനേകരെ എബ്രഹാം ലിങ്കനെ എതിർക്കുകയും വലിയ യുദ്ധം നടക്കുകയൊക്കെ ചെയ്തു. എബ്രഹാം ലിങ്കന് അല്പം പോലും പരിഭവം ഉണ്ടായില്ല. എബ്രഹാം ലിങ്കൺ പറയുകയാണ്, വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ. ആരോടും പരിഭവമില്ല, ആരോടും വഴക്കില്ല, ആരോടും പിണക്കമില്ല. ചുമ്മാ പറഞ്ഞാൽ പോരാ, അത് ജീവിതത്തിൽ കൂടി തെളിയിക്കണം. ചിന്തിച്ചു നോക്കൂ. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യ സഹോദരന്മാരെ, നിങ്ങൾക്ക് ആരോടെങ്കിലും പരിഭവം ഉണ്ടോ എന്ന് ചിന്തിച്ച് നോക്കൂ. ആരോടെങ്കിലും പിണക്കമുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കൂ. ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കൂ. ആരോടെങ്കിലും പകയുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കൂ. ആരോടെങ്കിലും പരിശ്രമിച്ചിട്ട് മാറാത്ത രീതിയിലുള്ളതായ നീരസമുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കൂ. മകനേ, നിനക്ക് ദോഷമാണത്. എന്തുണ്ടെങ്കിലും നീ കഴുകിക്കളഞ്ഞുകൊള്ളൂ. കഴുകാനിന്ന് കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്. കഴുകാനിന്ന് ഗോകുൽത്തായിൽ 3 അണിയിൽ തൂങ്ങിയ കർത്താവായ യേശുവിൻ്റെ ആ സ്വർഗീയ സ്നേഹത്തിൽ നിന്ന് ഉതിർന്നു വന്നതായ രക്തമുണ്ട്. ആ സ്നേഹാർദ്രമായ ഹൃദയത്തിൽ നിന്ന് ഒഴിഞ്ഞു വന്നതായ രക്തമുണ്ട്. ആ തിരുരക്തം പാപിയെ ശുദ്ധീകരിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ആരോടെല്ലാം പിണക്കമുണ്ടോ എല്ലാം മാറ്റിക്കളയുക. എല്ലാം. ഭർത്താവിനോട് പിണങ്ങിയിരിക്കുന്നവരുണ്ട്, ഭാര്യയോട് വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഏതോ ഒരു കാലത്ത് വന്നുപോയി തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാര്യയെ നിരന്തരം ശല്യപ്പെടുത്തുന്നവരുണ്ട്, ഏതോ ഒരു ചില പെരുമാറ്റത്തിലുള്ള അപാകതകൾ കണ്ടുകൊണ്ട് ഭർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യമാരുണ്ട്, മക്കളെ കുറ്റം പറയുന്ന മാതാപിതാക്കളുണ്ട്, മാതാപിതാക്കളിലെ കുറ്റം ചാരുന്ന മക്കളുണ്ട്. എല്ലാം ദോഷമാണ് മക്കളെ. ദൈവത്തിന് സ്തോത്രം. ദോഷമാണ്. ഒരു കാര്യം ചെയ്യൂ,
നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. യേശുവിനെ നിങ്ങൾ വിളിക്കൂ. കർത്താവ് വന്നാൽ എല്ലാം ശരിയാകും. കർത്താവ് അകത്തേക്ക് വരണം. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഈ പാവിയായ എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ. എൻ്റെ പാവം എന്നെ കണ്ടെത്തുന്നതിന് മുൻപ്, പാവം എന്നെ കണ്ടെത്തി ശിക്ഷിക്കുന്നതിന് മുൻപ്, എൻ്റെ കർത്താവേ, എൻ്റെ അകൃത്യം എന്നെ കണ്ടെത്തുന്നതിന് മുൻപ്, പാവത്തെ ശിക്ഷ ഞാൻ ഏൽക്കുന്നതിന് മുൻപ്, എൻ്റെ നാഥാ, നീ അതിവേഗം വന്ന് എന്നെ നീ എൻ്റെ സ്വന്തമാക്കി തീർക്കണമേ. യേശു ഹൃദയത്തിൽ വസിക്കുമ്പോൾ എന്തൊരു സ്വസ്ഥതയാണെന്നോ. സ്തോത്രം. അക്കാര്യം നിങ്ങൾക്കറിയാമോ? യേശു ഹൃദയത്തിൽ വസിക്കുമ്പോൾ വലിയൊരു ശാന്തതയാണ്. വലിയൊരു ശാന്തത. ഒരല്പനേരത്തേക്ക് ഒരു കോളിളക്കം പോലൊക്കെ തോന്നിയാലും, ഒരു കഷ്ടം വന്നു, അല്ലെങ്കിൽ നഷ്ടം വന്നു, ഒരു പ്രയാസം വന്നു, ഒരു കോളിളക്കം പോലെ തോന്നും, ഒരു കൊടുങ്കാറ്റടിക്കുന്ന അനുഭവം. പക്ഷേ ദൈവവൈതലിൻ്റെ ഉള്ളിൽ യേശുവിനെ സ്വീകരിച്ചവനാണെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവൻ അത് വീണ്ടെടുക്കും. അവൻ നേരെയാകും. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവനാണെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് ക്രിസ്തുവിൻ്റെ രക്ഷനായി സ്വീകരിച്ചവനാണെങ്കിൽ കോളിളക്കങ്ങൾ വരും, അലമാലകൾ തെറുത്തുയർന്നു വരും, കൊടുങ്കാറ്റുകൾ വരും, സ്വാഭാവികമാണ്. പക്ഷേ യേശു ക്രിസ്തുവിനായി ജീവിതം ഒരിക്കലായിട്ട് വേർതിരിച്ചവനാണെങ്കിൽ, യേശു ക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ചവനാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ അതേ സ്നേഹത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം മഞ്ഞ് സൂര്യപ്രകാശത്തിൽ മായുന്നതുപോലെ മാഞ്ഞു പോകും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അനുഭവമാണത്. അനുഭവം ആകണ്ടേ? ഒരു വിശുദ്ധനാകണ്ടേ? യേശുവിൻ്റെ ഭാവം വേണ്ടേ? യേശുവിൻ്റെ ഹൃദയം. ദൈവത്തിന് സ്തോത്രം. ആ താഴ്മ, എൻ്റെ ദൈവമേ, ദൈവത്തിന് സ്തോത്രം. ആ താഴ്മ, ആ എളിമ മറ്റുള്ളവരെല്ലാം ശ്രേഷ്ഠരായിട്ട് എണ്ണുന്നു. ആരെക്കുറിച്ച് ഒരു പരിഭവവും ഇല്ല. അവർ നമ്മൾ തെറ്റ് ചെയ്തെങ്കിൽ അത് ദൈവം അവരുമായിട്ട് തീർക്കട്ടെ, എനിക്ക് പരാതിയില്ല. സ്തോത്രം. അങ്ങനെ പറയണം. അവരെന്നോട് തെറ്റ് ചെയ്തെന്നിരിക്കട്ടെ, ആരെങ്കിലും എന്നോട് തെറ്റ് ചെയ്തെന്നിരിക്കട്ടെ, അത് അവരും ദൈവമായിട്ട് തീർത്തോട്ടെ, എനിക്ക് കാര്യമില്ല. എനിക്കേതായാലും എനിക്ക് യാതൊരു പരിഭവം ഇല്ലാതെ ഞാൻ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ കൂടിയേ കഴിയൂ. യേശുവിൻ്റെ ഭാവമില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ എത്തുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ ഭാവമില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയില്ല. സ്നേഹിതരെ, നിങ്ങൾക്ക് പാവബോധം വന്നാൽ കർത്താവിന് സന്തോഷമാണ്. കർത്താവ് സന്തോഷം കൊണ്ട് കരയും. നിങ്ങൾക്ക് തെറ്റുപറ്റിയല്ലോ എന്നുള്ള ചിന്ത വന്നാൽ കർത്താവിന് സന്തോഷമാണ്. അയ്യോ, എനിക്ക് തെറ്റുപറ്റിയല്ലോ, അയ്യോ, ഞങ്ങൾക്ക് അത് വേണ്ടായിരുന്നല്ലോ, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത് ദ്രോഹമാകുന്നു, അവൻ നമ്മോട് പ്രാണസങ്കടത്തോടെ കെഞ്ചിയപ്പോഴും അവൻ്റെ വാക്ക് കേട്ടില്ലല്ലോ, അയ്യോ, അവൻ്റെ രക്തം നമ്മോട് ചോദിക്കുന്നു, അവൻ്റെ രക്തം നമ്മോട് ചോദിക്കുകയാണ്, അയ്യോ കഷ്ടം. അവർ പറഞ്ഞത് യൗസേപ്പിന് മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. യൗസേപ്പിന് അവരോടുള്ളതായ ആ വാത്സല്യത്തോടുകൂടി യൗസേപ്പ് തന്നെ വെളിപ്പെടുത്തിയില്ലെങ്കിലും യൗസേപ്പ് അകത്ത് പോയി അവിടെ കരഞ്ഞു, മുഖം കഴുകിയിട്ട് പിന്നെയും വന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളിന്ന് ഒരു കുറ്റം എനിക്കുണ്ട് എന്ന് കണ്ടുപിടിച്ച്, എനിക്ക് പാവമുണ്ട് എന്ന് കണ്ടുപിടിച്ച്, എൻ്റെ ജീവിതത്തിൽ തിന്മകൾ വന്നു പോയിട്ടെന്ന് കണ്ടുപിടിച്ച്, എൻ്റെ ദൈവമേ, എൻ്റെ ന്യായീകരണങ്ങൾക്കൊന്നും ദൈവത്തിന് വിലയില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ താണാൽ ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്ക് രക്ഷയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ന്യായീകരണമൊന്നും നമ്മുടെ വില പോവില്ല. ഒരു ദിവസം ന്യായവിസ്താര ദിവസം ചെല്ലില്ലേ? ന്യായവിധി ദിവസം ചെല്ലില്ലേ? ചെല്ലുമല്ലോ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. മറക്കരുത്, മരണം കഴിഞ്ഞാൽ ന്യായവിധിയുണ്ട്. ന്യായവിധി. എൻ്റെ ദൈവമേ, ഭയമാകുന്നു. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു. ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് പോയാൽ ഞാൻ ആ ന്യായവിസ്താര ദിവസം എന്ത് ചെയ്യും? എൻ്റെ ഹൃദയത്തിലില്ലാത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, എനിക്ക് അനുഭവം ഇല്ലാത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, ദൈവമെല്ലാം കാണുന്നില്ലേ? എൻ്റെ യേശു എല്ലാം കാണുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവ് എല്ലാം അറിയുന്നില്ലേ? കർത്താവ് എന്നെ വെറുതെ വിടുമോ? ഞാനും ചെല്ലും ന്യായവിസ്താര ദിവസത്തിലില്ലേ? പ്രിയപ്പെട്ടവരെ, ആ ഭയത്തോടുകൂടിയാണ് നിൽക്കുന്നത്. ആ ഭയത്തോടുകൂടിയാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. കർത്താവിൻ്റെ ന്യായവിസ്താര ദിവസം, അന്ന് ന്യായാധിപതിയായി ജീവനുള്ള ദൈവം ഇറങ്ങി വരുന്ന സമയം, വെള്ളസിംഹാസനത്തിലിരിക്കുമ്പോൾ ഇതാ മരിച്ചവർ ആബാലവൃദ്ധം ഉണച്ചെന്ന് കൂടുന്നു. മരിച്ചവർ ആബാലവൃദ്ധം. ഓ, ഭയാനകം. മരിച്ചവർ ബാലം മുതൽ വൃദ്ധം വരെ എല്ലാവരും ചെലുത്തിയിരുന്നു. അന്ന് പുസ്തകങ്ങൾ തുറക്കുന്നു. ജീവൻ്റെ പുസ്തകവും തുറക്കുന്നു. പുസ്തകങ്ങൾ ഓരോരുത്തരുടെ പേരിലുള്ളതായ പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങൾ ഓരോരുത്തരുടെ പേരിലുള്ളതായ തെറ്റുകൾ എഴുതി വെച്ചിരിക്കുന്നു. തെറ്റുകളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം, പാവങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം. ഓരോരുത്തരുടെ പേരിലും പുസ്തകമുണ്ട്. സ്മരണയുടെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം തുറക്കും. 20:11 മുതൽ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു.
അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. യോനസ്ലിഹാസ് കാണുകയാണ്, ദർശനം കാണുകയാണ്. മരിച്ച ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ഓരോരുത്തരുടെ പേരിലുള്ളതായ കാര്യങ്ങൾ, പാവങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകം മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം, ഓർമ്മയുടെ പുസ്തകം എഴുതി വെച്ചിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. മരിച്ചുപോയവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരിച്ചവരെ സമുദ്രം ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. പേഴ്സണലാണ്. ഓരോരുത്തനും പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. മരണവും പാതാളവും തീർന്നു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ആ തീപ്പൊയ്കയിലേക്ക് പിന്നെ ആരെയാണ് ഇടുന്നത്? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ വിനയത്തോടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ആ തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടാൻ നിങ്ങൾക്ക് ഒരു കാരണവശാലും സംഭവിക്കരുതേ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കർത്താവ് നിങ്ങൾ വിളിച്ചു വരുത്തിയത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മാലാഖമാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ഇരുത്തിയത് അതിനുവേണ്ടിയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ഈ നരകത്തിൻ്റെ തീപ്പൊയ്കയിലേക്ക് പോകരുത്. അതിനുവേണ്ടി കർത്താവ് പരിശ്രമിക്കുകയാണ്. അതിനുവേണ്ടിയാണ് വചനം തരുന്നത്. നമ്മുടെ എല്ലാ വചന സൂക്ഷിച്ച് അതിനുവേണ്ടിയാണ്, വേറെ ഒന്നിനു വേണ്ടിയല്ല. ദൈവത്തിന് സ്തോത്രം. വേറൊരു ലാക്കുമില്ല. ഈ സുവിശേഷ വേലയ്ക്ക് വേറെ യാതൊരു ലക്ഷ്യവുമില്ല. ദൈവത്തിന് സ്തോത്രം. ഒറ്റയൊരു കാര്യം, തീപ്പൊയ്കയിലേക്ക് ആരും പോകരുത്. നരകാഗ്നിയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇന്ന് ക്രിസ്തു ഹൃദയത്തിലേക്ക് വരണം. ഹൃദയത്തിലേക്ക് ക്രിസ്തു വരണം. വെളിച്ചം വരുമ്പോൾ ഇരുൾ മാറുന്നതുപോലെ ക്രിസ്തു വരുമ്പോൾ പാവമെല്ലാം അകന്നു പോയിക്കൊള്ളും. എല്ലാ തിന്മയും മാറിപ്പോയിക്കൊള്ളും. വന്നുപോയ പാവങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു തരും. എല്ലാം കഴുകപ്പെടും. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞാലും, ഏതെല്ലാം വൈരാഗ്യങ്ങൾ വെച്ചുകൊണ്ടിരുന്നെങ്കിലും, ഏതെല്ലാം തരത്തിൽ ശത്രുത്വം പുലർത്തിക്കൊണ്ടിരുന്നെങ്കിലും, ഏതെല്ലാം തരത്തിൽ മറ്റുള്ള ഉപദ്രവം ചെയ്തതാണെങ്കിലും എല്ലാം 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 കഴുകി മാറ്റും. എങ്ങനെ? യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നു. ഇന്ന് നടക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. ഇന്ന് തന്നെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവേ, ഞാനിതാ വന്നിരിക്കുന്നു. നീ എന്നെ ഇന്ന് നിൻ്റെ വചനം കേൾപ്പിക്കാൻ കൊണ്ടുവന്നല്ലോ. എൻ്റെ കർത്താവേ, ഇനി എനിക്കൊരു വചനം കേൾക്കാൻ വന്നില്ലെങ്കിലും ശരി, കർത്താവേ, ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും ശരി, എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പാവമൊന്നും ബാക്കി നിൽക്കരുതേ. നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. എന്തെല്ലാം തെറ്റുകളാണ് കർത്താവേ വന്നുപോയത്. ഓർക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു, ഓർക്കുമ്പോൾ ഭയമാകുന്നു. എൻ്റെ കർത്താവേ, ഞാൻ പേടിച്ച് വിറച്ചു പോകുന്നു. എൻ്റെ പാവങ്ങൾ എത്ര ക്രൂരപാതകങ്ങളായിരുന്നു. എത്ര ഹീനമായ ജീവിതമാണ് ഞാൻ നയിച്ചത്. എത്ര മ്ലേച്ഛതയുള്ള ജീവിതമാണ് നയിച്ചത്. മദ്യപാനാസക്തി കൊണ്ട് ഞാൻ ജീവിതം മുടിച്ചു കളഞ്ഞവനാണ്. കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ എൻ്റെ ഭാര്യയെ ഉപദ്രവിക്കുകയും അവളെ നിഷ്ഠുരമായി ഞാൻ അടിക്കുകയും ചെയ്തു പോയവനാണ്. ഞാൻ മാതാപിതാക്കളെ അനുസരിച്ചേക്കാത്തവനാണ്. മാതാപിതാക്കൾക്ക് ബഹുമാനം കൊടുക്കാത്തവനാണ്. എൻ്റെ കർത്താവേ, തെറ്റുകൾ ഏറെയേറെ വന്നുപോയി. എവിടെ കൊണ്ട് തീർക്കും കർത്താവേ? തീർക്കാനിതാ നിൻ്റെ പാദപീഠം മാത്രം. അതുകൊണ്ട് ഞാൻ നിൻ്റെ പാദപീഠത്തിലേക്ക് വരുന്നു. കുരിശിൻ ചുവട്ടിലേക്ക് ഞാനിതാ എഴഞ്ഞെഴിഞ്ഞ് വരുന്നു. മുട്ടിന്മേൽ എഴഞ്ഞെഴിഞ്ഞ് വരികയാണ്. നാഥ, ഞാൻ കുരിശിൻ ചുവട്ടിലേക്ക് വന്നുകൊണ്ട് ആ കുരിശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ യാചിക്കുന്നു. കർത്താവേ, എന്നോട് നീ മനസ്സലിയണമേ. പാവങ്ങളേറെ ചെയ്തു പോയി, തിന്മകളേറെ വന്നുപോയി, അനുസരണക്കേടുകളേറെ വന്നുപോയി, അഹങ്കാരമേറെ വന്നുപോയി, ധിക്കാരമേറെ വന്നുപോയി. അഹങ്കാരത്തിൻ്റെ ഭീകരത കൊണ്ട് ചിലരെയെല്ലാം ഞാൻ നിസ്സാരവൽക്കരിച്ചു പോയി. തെറ്റുകളിൽ പറ്റിപ്പോയി. കർത്താവേ, ഞാൻ ഇനി എളിയവനായി തീരും. എല്ലാവരേക്കാൾ എളിയവനാണെന്ന് എനിക്ക് സ്വയം ബോധ്യമുള്ളവനായി ഞാൻ തീരും. എല്ലാവരേക്കാൾ ഞാൻ എളിയവനെന്ന് എനിക്ക് സ്വയം ബോധ്യം ഉണ്ടാകാത്ത കൊണ്ട് ഞാൻ എളിമ ഭാവിക്കും, എളിമ അനുഭവിക്കും. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ എളിമ, യേശുവിൻ്റെ താഴ്മ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ ശിരസിൽ മുൾമുടി വെച്ചു, ആഞ്ഞടിച്ചു, മുള്ളു തലയിൽ കൊണ്ടു, ആഞ്ഞ് കയറി. ചില മുള്ളുകൾ കണ്ണിൽ, ആ തലയോട്ടി തകർത്ത് കണ്ണിൽ വന്ന് അതിൻ്റെ അറ്റം വന്നു. അതിൽ നിന്ന് രക്തത്തുള്ളികൾ താഴോട്ട് കണ്ണിലേക്ക് വീണു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവ് ഇതെല്ലാം സഹിച്ചു. എന്തിനു വേണ്ടി? എൻ്റെ പാവം പോക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാവം പോക്കാൻ,
നിങ്ങൾക്ക് രക്ഷ തരാൻ, നിങ്ങൾക്ക് സ്വർഗരാജ്യം തരാൻ, നിങ്ങളുടെ പാവങ്ങളെ ക്ഷമിച്ചു തരാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ എല്ലാ തിന്മകളും മാറ്റിക്കളയാൻ അതിന് യേശു ശിക്ഷയേറ്റു. എന്തൊരു അത്ഭുതം ഇത്, എന്തൊരു സൗഭാഗ്യം ഇത്. യേശുവിനെ നിങ്ങൾ കാണുമോ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ മുമ്പിലേക്ക് യേശു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അരികത്ത് കൂടെ വന്ന് നടക്കുന്നുണ്ട്. നിങ്ങളറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളറിയുന്നില്ല. യേശു ഇതാ നിങ്ങളുടെ അരികത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു ഒന്നേ പറയുന്നുള്ളൂ, മോനെ നിനക്ക് എന്നെ സ്വീകരിക്കണ്ടയോ? മോളെ നിനക്ക് എന്നെ വേണ്ടായോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ നിൻ്റെ ഹൃദയത്തിലേക്ക് വരട്ടെ? മോനെ നിൻ്റെ ഹൃദയത്തിൽ ഞാൻ പ്രവേശിക്കട്ടെ? നീ എനിക്ക് വേണ്ടി വാതിൽ തുറന്നു തരുമോ? ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ഒരു ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ദൈവത്തിന് സ്തോത്രം. വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. അകത്താണ് സാക്ഷ, അകത്താണ് കുറ്റി, അകത്താണ് ബോൾട്ട്, അകത്താണ്. അത് മാറ്റി കൊടുക്കണം. അകത്ത് നിന്ന് അത് മാറ്റി കൊടുത്താൽ, തുറന്നു കൊടുത്താൽ കർത്താവ് അകത്തേക്ക് വരും. ബലം പ്രയോഗിച്ച് കർത്താവ് വരികയില്ല. ആരെയും ബലം പ്രയോഗിച്ച് കർത്താവ് കീഴടക്കുകയില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൃദയം തുറന്ന് കർത്താവ് സ്വീകരിക്കാം. ഇത് നല്ലതാണ് തോന്നുന്നെങ്കിൽ, പാവമില്ലാത്ത ജീവിതം സുഖപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ, ഐശ്വര്യപരമായ ജീവിതമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് തോന്നുന്നെങ്കിൽ, ജീവിതം സൗഭാഗ്യകരമാണെന്ന് തോന്നുന്നെങ്കിൽ, യേശുക്രിസ്തുവിനോടുള്ള ജീവിതം വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം തുറക്കാം. കർത്താവേ ഇതാ ഞാൻ എൻ്റെ ഹൃദയം നിനക്കായിട്ട് തുറന്നു തരുന്നു. എനിക്കറിയാവുന്നതുപോലെ ഞാൻ തീരുമാനിക്കുന്നു. യേശുവേ ഒന്ന് മാത്രം ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. യേശുവേ ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിലേക്ക് രക്തപ്പക വരുന്നതിന് മുൻപ്, ഞാൻ ചെയ്ത ദ്രോഹത്തിൻ്റെ പ്രതികാരം ഏൽക്കുന്നതിന് മുൻപ്, നരകത്തിയിലേക്ക് പോകുന്നതിന് മുൻപ്, നരകാഗ്നിയിലേക്ക് ഞാൻ വീഴുന്നതിന് മുൻപ്, എൻ്റെ കർത്താവേ ഇന്നിതാ എൻ്റെ ഹൃദയം നിനക്ക് വിട്ടുതരുന്നു. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർത്ത് സ്വർഗീയ പൗരത്വം എനിക്ക് തരണമേ. ഹല്ലേലൂയ. സ്വർഗീയ പൗരത്വം എനിക്ക് തരണമേ. പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവർ. സ്വർഗത്തിൻ്റെ പൗരത്വം, ജീവൻ്റെ പുസ്തകത്തിൽ പേര് കിട്ടിയാൽ സ്വർഗത്തിലെ പൗരനായി ജനിച്ചു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ജീവൻ്റെ പുസ്തകത്തിൽ പേര് കിട്ടുക. എൻ്റെ കർത്താവേ ഇന്ന് മഹാഭാഗ്യം എനിക്ക് തരണമേ. കഴിഞ്ഞ കാല പാവങ്ങൾ ഓർക്കല്ലേ, എൻ്റെ മേൽ കണക്കിടല്ലേ. കഴിഞ്ഞ കാല ജീവിതത്തിലെ തിന്മകൾ ഓർക്കല്ലേ, എൻ്റെ മേൽ കണക്കിടല്ലേ. കഴിഞ്ഞ കാല ജീവിതത്തിലെ എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഓർക്കല്ലേ, എൻ്റെ മേൽ കണക്കിടല്ലേ. കർത്താവേ എല്ലാം വിട്ട് ഞാൻ എളിയവനായി തീരുമ്പോൾ ഞാനിതാ ഞാൻ താഴുന്നു. യേശുവേ ഞാൻ വിനയപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളൊരു കാര്യം തീരുമാനിക്കണം. ഇന്നു മുതൽ യേശുവേ ഞാൻ ഇന്നിൻ്റെ വകയായി ജീവിക്കും. പാവം തൊടുകയില്ല. ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായിരിക്കും, പുതിയ സൃഷ്ടിയായിരിക്കും. പ്രാർത്ഥിച്ചാൽ മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ സുദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ സമയത്ത് അവിടെ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ നിൻ്റെ സാന്നിധ്യം തന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് അർഹതയില്ല പിതാവേ, ഞങ്ങൾക്ക് യോഗ്യതയില്ല. ഈ നിത്യസ്നേഹത്തിന് ഞങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല. ഞങ്ങൾ പാപം ചെയ്ത മക്കളാകുന്നു കർത്താവേ. ഞങ്ങൾ തിന്മയുണ്ട് കർത്താവേ. എല്ലാം തിരുഭാഗങ്ങൾ താഴ്ത്തി വെച്ചിരിക്കുന്നു കർത്താവേ. ഇനിമേലൊരു പാവവും നീ എടുക്കുകയില്ലെന്ന് തീരുമാനിക്കുന്നു കർത്താവേ. ഇന്ന് ഇതാ ഉപേക്ഷിക്കുന്ന സകല പാവത്തോട് യാത്ര പറഞ്ഞ്, വൈരാഗ്യ ഹൃദയത്തോട് യാത്ര പറഞ്ഞ്, സ്നേഹമുള്ളൊരു ഹൃദയമുള്ളവരായി ജീവിപ്പാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. നാഥാ ഈ മക്കളെല്ലാവരെയും സമർപ്പണത്തിലേക്ക് നയിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും കൃപയിൽ കാത്തു പരിപാലിക്കണമേ. അടുത്ത രണ്ടാമത്തവർ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.